പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിങ്ക് നമ്മൾ എങ്ങനെ ക്ലീൻ ആക്കാം എന്നുള്ളതാണ്. വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സിങ്ക് ക്ലീൻ ആക്കാം. അപ്പോൾ ഇത് വർഷങ്ങൾ പഴക്കമുള്ള സിങ്കാണ്, കുറേ വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അതിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ കുറേ പാച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ടൈല് തന്നെ പല കളറിലുള്ള ടൈലാണ് കേട്ടോ ചുറ്റുപാട് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ സിങ്കിലേക്ക് ആദ്യമായിട്ട് ബേക്കിംഗ് സോഡ ഇല്ല, അത് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണം. അവിടെ ആയിട്ട് എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെയൊക്കെ ഫ്രിഡ്ജിൽ മിക്കവാറും കാണും ഇതുപോലത്തെ ഉണങ്ങിയ നാരങ്ങ. അത് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ നുടച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആ ടൈലിലിട്ട് നന്നായിട്ട് ഇങ്ങനെ നുടച്ചു കൊടുത്താൽ മതി. അപ്പം അതിനുള്ളിലെ നീരൊക്കെ ഒന്നും കൂടി നന്നായിട്ട് ലൂസായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കൈ മുറിയാതെ നോക്കണേ. നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് ഉരച്ചു കൊടുക്കാം. ഈ ഒരു മുറി നാരങ്ങ കൊണ്ട് തന്നെ നന്നായിട്ട് ഉരച്ചു കൊടുക്കണം. അപ്പം ഇതിന് മുമ്പ് നമ്മൾ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ആക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതപ്പം കുറേ പേരൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ ചെറിയ നുറുങ്ങുകൾ ഉപയോഗിച്ചാൽ തന്നെ നമ്മുടെ അടുക്കളയൊക്കെ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് കിടക്കും. പൊതുവേ നമ്മൾ രാത്രി ആയാലും രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും അടുക്കള പണിയും പാത്രങ്ങളൊക്കെ കഴുകി തരുമ്പം അപ്പം കിച്ചൺ സിങ്ക് ക്ലീൻ ആക്കാറുണ്ട്. എങ്കിൽ പോലും രാത്രി ഒന്നും കൂടി നമ്മൾ ചെയ്തിട്ട് പോകുമ്പോഴാണ് കേട്ടോ നമുക്ക് കുറച്ച് സമാധാനം വരുന്നത്. സിങ്കിൽ മാത്രമല്ല, നമ്മുടെ ആ സൈഡിലുള്ള ടൈലുണ്ട്, ആ ഒരു ഭാഗത്തും കൂടി നന്നായിട്ടിങ്ങനെ ഉരച്ച് കൊടുക്കണം. ഇതുപോലെ തന്നെ നന്നായിട്ട് ഉരച്ചതിന് ശേഷം എളുപ്പത്തിന് വേണ്ടിയിട്ട് നാരങ്ങ ഇങ്ങനെ ഒരു അരമുറി നാരങ്ങ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കമിഴ്ത്തി കൊടുക്കുവാണ്. അപ്പോൾ നമുക്കിത് പിടിച്ചിട്ട് ഉരച്ചെടുക്കാനും നല്ല സൗകര്യമായിരിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങയ്ക്ക് പകരം വിനാഗിരിയാണ് ഉള്ളതെങ്കിൽ അതെടുത്താലും മതി. അപ്പം വിനാഗിരിയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്ക്രബ്ബർ വെച്ചിട്ട് വേണം ഇത് ഉരച്ചു കൊടുക്കാനായിട്ടേ. അപ്പം നമ്മുടെ ഈ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതേപോലെ നമ്മുടെ ഒരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒന്നുകിൽ ഡിഷ് വാഷ് ലിക്വിഡ്, അല്ലെങ്കിൽ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സോപ്പുണ്ടല്ലോ, അതായാലും മതി. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പാത്രം കഴുകാനും സിങ്ക് കഴുകാനും പ്രത്യേകം സ്ക്രബ്ബർ തന്നെ യൂസ് ചെയ്യണം. പാത്രം കഴുകുന്ന ആ ഒരു സ്ക്രബ്ബർ കൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ വേസ്റ്റ് ഡിഷും അതുപോലെ തന്നെ കിച്ചൺ സിങ്കും ഒന്നും വൃത്തിയാക്കരുത്. രണ്ടിനും പ്രത്യേകം തന്നെ വെച്ചേക്കണേ. പാത്രം കഴുകാനായിട്ട് പ്രത്യേകം സ്ക്രബ്ബർ, അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് ഡിഷും അതുപോലെ സിങ്കും എല്ലാം പൈപ്പും എല്ലാം കഴുകാനായിട്ട് പ്രത്യേകം സ്ക്രബ്ബർ അങ്ങനെ തന്നെ വെച്ചേക്കണേ. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഉരച്ച് കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കഴുകി കൊടുക്കാം. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് കിച്ചൺ സിങ്കിൽ ഏറ്റവും ഉപകാരപ്രദമായൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫിൽറ്ററാണ് കേട്ടോ. നമ്മുടെ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ ഈ ഒരു അരിപ്പയിൽ തങ്ങി നിൽക്കുമ്പം നമുക്കതെടുത്ത് കളഞ്ഞിട്ട് അപ്പോൾ തന്നെ ക്ലീനാക്കി വാഷ് ചെയ്ത് വെക്കാമേ. ആ സിങ്കൊക്കെ നന്നായിട്ട് ക്ലീനായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.